എന്തോ നീ തപ്പുന്ന? ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. പാട്ട് പാടിയ ട്രോഫി? കുറെ ട്രോഫികൾ. 10,000 ട്രോഫി. 10,000 ട്രോഫി? ഓഹോ. എന്ത് കൊടുത്താലും വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എന്റെ പിള്ളേർക്ക് അതെ ഏട്ടനുള്ളതാണ്. എന്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രേണു സുധിയെക്കുറിച്ച് 2-3 റിയാക്ഷൻ വീഡിയോ നമ്മൾ ഇതിൻ്റെ മുന്നേ ചെയ്തതാണ്. ഇത് വളരെ സങ്കടം തോന്നിയ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നമ്മുടെ സുധിച്ചേട്ടൻ്റെ മകനായ കിച്ചു രേണു സുധിക്ക് ഇപ്പോൾ നാട്ടുകാരുണ്ടായി കൊടുത്ത, രേണു സുധിക്കല്ല നമ്മുടെ കൊല്ലം സുധിക്ക് നാട്ടുകാരുണ്ടായി കൊടുത്ത വീട്ടിലേക്ക് ഒരു ടൂറ് പോകുകയാണ്. അവിടെ കാണുന്ന വളരെ സങ്കടം തോന്നുന്ന, വളരെ വിഷമം തോന്നുന്ന ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അവിടെ എത്തിയതിന് ശേഷം നമ്മുടെ രേണു സുധിയിൽ സുധിച്ചേട്ടുണ്ടായ മകനായ ഋതപ്പൻ നമ്മുടെ കിച്ചുവിനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്തുകയാണ്. അവിടെ ഒരുപാട് ഒരു സമ്മേളനത്തിനുള്ള ആൾക്കാരെ വീട്ടിലുണ്ടെങ്കിലും ഒരാൾ പോലും നമ്മുടെ കിച്ചുവിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നമുക്ക് വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. പോകട്ടെ, അതൊന്നല്ല നമ്മുടെ വിഷയം. അവിടെ എത്തിയതിന് ശേഷം ആ മകൻ ഒരുപാട് വിഷമത്തോടു കൂടി നമ്മുടെ സുധിച്ചേട്ടൻ ഇത്രയും കാലമായി നയിച്ച് ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ അംഗീകാരങ്ങൾ എല്ലാം തന്നെ ഒരു പായയിൽ ചുരുട്ടിക്കെട്ടി കട്ടിൻ്റെ അടിയിലേക്ക് എറിഞ്ഞ നിലയിലാണ് കാണിക്കുന്നത്. വളരെ സങ്കടം തോന്നി, വളരെ വിഷമം തോന്നി. കാരണം ഒരു മനുഷ്യൻ അത് നേടിയെടുക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാവുമെന്ന് പോലും ആ സ്ത്രീക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. വളരെ മോശവും വളരെ സങ്കടവും തോന്നി. ഒരു മാസം കൊണ്ട് അവർ ഉണ്ടാക്കിയെടുത്ത ഒരു മികവ്, അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളെല്ലാം പൊന്നുപോലെ അവർ സംരക്ഷിച്ച് ഒരു മേശപ്പുറത്ത് അടക്കി വെച്ചപ്പോൾ മരിച്ചുപോയ സുധി എന്ന് പറയുന്ന ആ വലിയ കലാകാരൻ്റെ അംഗീകാരങ്ങളെല്ലാം ഒരു ചവറ്റുകുട്ടയിൽ എന്ന പോലെ ഒരു കട്ടിൻ്റെ അടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട, അതും സുധിച്ചേട്ടന് കിട്ടിയ വീട്ടിനുള്ളിലാണ് ഈ സംഭവം എന്നുള്ളത് ഏവരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം. നിങ്ങൾക്ക് ആദ്യമായിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. അത് കണ്ടതിന് ശേഷം ബാക്കി. ഏതാ? ആരാ അത്? ആരാ പറ? എൻ്റെ അച്ഛനാ അത്. എൻ്റെ അച്ഛനാ. പറ. പോരട്ടെ. ആ, ആരാ? ചേട്ടന്റെ അമ്മ. ആ, അറിയാലോ എല്ലാം. പിന്നെ ഒരു ഫോട്ടോ. ഓഹോ, ഞാനും വരട്ടെ. ഇതാണോ ഋതപ്പൻ്റെ റൂം? ഇതാണോ ഋതപ്പൻ്റെ റൂം? അല്ലേ? ഇതാണോ? ഫോട്ടോ കാണിച്ച? എന്തോ നീ തപ്പുന്ന? ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. പാട്ട് പാടിയ ട്രോഫി? കുറെ ട്രോഫികൾ. 10,000 ട്രോഫി. 10,000 ട്രോഫികളുണ്ടോ? അതെ, ബോഡിയിൽ നിറച്ച് ട്രോഫികളുണ്ട്. ഓഹോ. പിന്നെ ഫുഡ് കഴിച്ചോ? എന്റെ അമ്മേന്റെ ട്രോഫി. ആ ആ. ഓഹോ. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. എത്ര സങ്കടകരമായ ഒരു കാര്യമാണ് എന്ന് നോക്കണം. ഋതപ്പൻ എന്ന് പറയുന്ന ചെറിയ മകനാണ്, നമ്മുടെ സുധിച്ചേട്ടന് രേണു സുധിയിലുണ്ടായ മകനാണ്. അവൻ കിച്ചുവിനെ പരിചയപ്പെടുത്തുകയാണ്. സ്വന്തം അച്ഛൻ്റെ അംഗീകാരങ്ങൾ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട് ആ മകന് സഹിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വേണമെങ്കിൽ എല്ലാവർക്കും ഇന്ന് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഈ കിച്ചുവിന് ഇത് വേണമെങ്കിൽ മൂടി വെക്കാമായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് അമ്മയെ കുത്തിപ്പറിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് മാറ്റാമായിരുന്നു എന്നുള്ളതാണ്. അവനത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഒരുപാട് കാര്യങ്ങൾ പൊതുജനങ്ങളോട് പറയാനും പ്രതികരിക്കാനും ആ കൊച്ചുമകൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ പറയാൻ ആ മകന് സാധിക്കുന്നില്ല. കാരണം ആ മകനും നമ്മുടെ സുധിച്ചേട്ടനെ പോലെ തന്നെയാണ്. മനസ്സ് നിറച്ച് സ്നേഹമാണ്. ഒന്നും അങ്ങോട്ട് പുറത്ത് പറയുന്ന ഒരു പ്രകൃതമല്ല.
വരുന്ന വരുത്ത് കണ്ടാൽ ഹെൽമെറ്റും വിറ്റ് ആ ബൈക്കിൻ്റെ മുകളിൽ വരുന്നൊരു വരുത്ത് കണ്ടാൽ തന്നെ നമുക്ക് സുധിച്ചേട്ടനാണ് വരുന്നത് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ആ മകൻ. വളരെ കാരുണ്യവാനായ ഒരു മകൻ തന്നെയാണ്. തൻ്റെ അച്ഛനെ നാട്ടുകാർ ഉണ്ടായിക്കൊടുത്ത വീട്ടിൽ ഒരു ദിവസം ഒന്ന് കാണാൻ പോയപ്പോൾ ആ വീട്ടിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരിക്കലും അവൻ മറക്കാൻ വേണ്ടി സാധിക്കുകയില്ല. തൻ്റെ അച്ഛൻ ഒരു ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുകൊണ്ട് സ്റ്റേജിലും പുറകിലുമായിട്ട് സുധിച്ചേട്ടൻ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയ്ക്കും പ്രയാസങ്ങൾ നേരിട്ട ജീവിതത്തിൽ അദ്ദേഹം ചെറിയ ചെറിയ അംഗീകാരങ്ങൾ മാത്രമേ നമ്മുടെ സുധിച്ചേട്ടനെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് അംഗീകാരങ്ങളൊന്നും കിട്ടിയ മനുഷ്യനല്ല. പക്ഷേ അവർക്കത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഈ സ്റ്റാർ മാജിക്കിൻ്റെ വേദികളിലൊക്കെ ഞാൻ പറയുന്നത് കണ്ടതാണ്. അത്രയ്ക്ക് വലിയ ഒരു ഓസ്കാർ കിട്ടിയ ഫീലിങ്ങിലാണ് ചെറിയ ഒരു അവാർഡ് പോലും ഞാൻ സംരക്ഷിക്കുന്നത് അല്ലെങ്കിൽ സൂക്ഷിക്കുന്നത് എന്ന് സുധിച്ചേട്ടൻ പറയുന്നത് നമ്മൾ കണ്ടതാണ്. ആ സുധിച്ചേട്ടന് കിട്ടിയ അംഗീകാരങ്ങളെല്ലാം തന്നെ രേണു സുധി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാം ഭാര്യ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? എത്ര മോശകരമാണ്. കാരണം ഇപ്പോൾ മഞ്ജു ഭാര്യയുടെ തൊട്ട് അടുത്ത് ഇങ്ങനെ എത്തി നിൽക്കുകയാണ് നമ്മുടെ രേണു സുധി. അത്രയ്ക്ക് എത്തിയെന്നാണ്. അത്രയ്ക്കും വലിയ സൗന്ദര്യവും അത്രയും വലിയ അഭിനേതാവുമാണ് ഞാൻ എന്ന് സ്വയം അങ്ങ് വിശേഷിപ്പിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഞെളിഞ്ഞ് നടക്കുകയാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ റീൽസിലും അതുപോലെ തന്നെ പാട്ടിലും. ഇനി സിനിമയിലേക്ക് പോലെ ഒരു പുതിയ വേഷം കിട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. എന്നിരുന്നാൽ പോലും സ്വന്തം ഭർത്താവിനെ ഇത്രയും കാലം സംരക്ഷിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അംഗീകാരങ്ങൾക്കൊക്കെ ഒരു പുല്ല് വില പോലും ഈ സ്ത്രീ കൊടുക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങളത് കണ്ടത്. മനസ്സ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അത്രയ്ക്ക് എന്താണ് പറയുക, അത്രയ്ക്ക് മോശകരമായി പോയ ഒരവസ്ഥയിലേക്കാണ് ആ സ്ത്രീ അത് ചെയ്തു വെച്ചത്. അത് വെച്ച കോലം ആ മകൻ കാണിച്ചു കൊടുക്കുന്ന നിഷ്കളങ്കമായ മനസ്സാണ് ചെറിയ കുട്ടികളെന്ന് പറയുന്നത് വെറുതെ അല്ല. അച്ഛൻ്റെ അംഗീകാരങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ആ കിച്ചുവിൻ്റെ മനസ്സൊന്ന് തേങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ആർക്കും അവനെ എതിർക്കാൻ വേണ്ടി സാധിക്കില്ല. മോശമായിപ്പോയി സുധി, മോശമായിപ്പോയി എന്ന് മാത്രമേ രേണു സുധിയോട് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. എത്ര വലിയ അംഗീകാരങ്ങൾ നീ നേടിയാലും, നീ എത്ര വലിയ പ്രശസ്തിയിൽ നീ എത്തിയാലും, ഇനി മഞ്ജു വാര്യരുടെ സ്ഥാനത്ത് തന്നെ നീ എന്നെ പ്രതിഷ്ഠിച്ചാലും, രേണു സുധി നിനക്ക് സുധിച്ചേട്ടൻ എത്തിപ്പിടിച്ച ഈ അംഗീകാരങ്ങളുടെ 4/1 വശത്ത് പോലും എത്തിപ്പെടാൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് ഒരിക്കൽ ഉറപ്പിച്ച് ഞങ്ങൾ പറയുകയാണ്. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളോട് ആൾക്കാർ നിങ്ങൾക്ക് വേറെ പണിയില്ലേ? ഞങ്ങളെ പണി ഇതാണ്. ഞങ്ങളെ പണിയാണ് ഇത് റിയാക്ഷൻ ചാനലാണ്. ഞങ്ങൾ റിയാക്ട് ചെയ്യും. ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും. ഒന്നാമത്തെ കാര്യം, രേണു സുധി ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ അടപടലം നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കാണുന്നതാണ്. സ്വന്തം കാര്യത്തിലും സ്വന്തം ജീവിതത്തിലെങ്കിലും ആദ്യം ഒന്ന് നന്നാക്കിയിട്ട് നാട്ടുകാരെ നന്നാക്കാൻ വന്നാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് രേണു സുധി വന്നിട്ടുണ്ട്, അത് കേൾക്കാം. വീഡിയോ വന്ന് കണ്ടു, സുധിച്ചേട്ടൻ്റെ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പം അവൻ അതെടുത്ത് നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കളഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീടിനകത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നത് എന്താണ്, രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ചു. അങ്ങനെ കമന്റ് ബോക്സ് രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 അവാർഡ്. അതെല്ലാം ഞാൻ ഇങ്ങനെ വരുമ്പോ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ചു വെച്ചതല്ല. സുധിച്ചേട്ടന്റെ അവാർഡ് കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ അവൻ, ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവര് 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോ സൂചേട്ടന്റെ പൊട്ടും കണ്ണ് എഴുതിയേക്കുന്നു സൂചേട്ടന്റെ ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാന്ന്. ഞാൻ പറഞ്ഞ മോനെ അങ്ങനെ ചെയ്യരുത്, 5 വയസ്സായതേ ഉള്ള. അപ്പോൾ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ നിങ്ങൾ കേട്ടു കാണും, ഋതപ്പൻ എന്ന് പറയുന്ന ചെറിയ മകൻ ഇതെല്ലാം ഒരു മരത്തിൻ്റെ കഷ്ണത്തിൽ എഴുതി ഉണ്ടാക്കിയതല്ല, അതിങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഒടിച്ച് കളയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ വൃത്തിയായി നോക്കാൻ വേണ്ടിയിട്ട് കട്ടിൻ്റെ അടി ചുരുട്ടിക്കെട്ടി എറിഞ്ഞതാണ്, അങ്ങോട്ട് സേഫാക്കി വെച്ചതാണ്. അത് പോയാൽ നമുക്ക് ഒരിക്കലും കിട്ടില്ലല്ലോ. ഭാഗ്യത്തിന് അവരുടെ പൊന്നാര ഈ കപ്പിൾസായി അഭിനയിക്കുന്ന ആ ചങ്ങാരി പേര് എനിക്കറിയില്ല, അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വളരെ നല്ല ചോദ്യമാണ്, മലയാളികളെല്ലാം ചോദിക്കാൻ വിചാരിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ രേണു സുധിയുടെ അംഗീകാരങ്ങളെല്ലാം മേശപ്പുറത്ത് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണല്ലോ, അതിനൊരു കുഴപ്പവും പറ്റില്ല, അത് മകൻ ഇങ്ങനെ എടുത്ത് പൊട്ടിക്കില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അത് ഒരു മാസം കൊണ്ട് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങളാണ്. അത് സുധിച്ചേട്ടനെ പോലെ ഒരു 10 കൊല്ലം നയിച്ചിട്ട് കിട്ടിയ 1, 2, 3 അംഗീകാരങ്ങളെന്നല്ല. രേണു സുധിക്ക് നിങ്ങൾ കണ്ടില്ല, ഒരു മേശപ്പുറത്ത് മുഴുവൻ അംഗീകാരങ്ങളാണ്, ഒരു മാസം കൊണ്ട് കിട്ടിയതാണ്. അതൊക്കെ ചുമ്മാ രേണു സുധി പറയും നിങ്ങൾ കേട്ടോ. അതൊന്നും ഈ ഋതപ്പൻ എടുക്കില്ല, കാരണം അമ്മയുടെ സാധനങ്ങളല്ലേ, മറ്റത് അച്ഛൻ്റെ സാധനങ്ങളാണ്, അതൊക്കെ മരത്തിലുണ്ടാക്കി എടുത്തതാണ്, അതൊക്കെ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പൊട്ടിപ്പോകുമെന്നാണ് പറയുന്നത്.
വളരെ മോശമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. മലയാളികളെ ഇനിയും നോക്കി കൊഞ്ഞനം കുത്തുന്ന ഈ പരിപാടി രേണുസുതി നീ അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ മുന്നോട്ടുള്ള യാത്രകളിൽ കുറച്ചുകൂടി ഈ സോഷ്യൽ മീഡിയ അങ്ങനെയാണ്, ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരെ പെട്ടെന്ന് ഇങ്ങനെ പൊക്കി കൊണ്ടുപോയി കുറച്ച് നിങ്ങൾ ആ ട്രെൻഡിങ് ഉള്ള സമയത്ത് അവർ നിങ്ങളെ ഉപയോഗപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് എറിയുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും പഴയ സുധിച്ചേട്ടനെയും സുധിച്ചേട്ടൻ നോക്കിയ കാലത്തെയും അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും ഈ മക്കളെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നൊരു സമയം വരും. വെയിറ്റ് ആൻഡ് സീ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വീണ്ടും തീർച്ചയായിട്ടും ഒരുപാട് ദൂരങ്ങൾ നിങ്ങൾക്ക് നടക്കാനുള്ളതാണ്. ഇത്തരം പരിപാടികളും ഉടായ്പകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളെ സ്ഥാനം ചവറ്റുകൊട്ടയിൽ തന്നെ ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അവസാന ഘട്ടത്തിൽ പൊറുതിമുട്ടിയാൽ ഈ മകൻ കിച്ചു തന്നെ കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു അവസ്ഥ വരും. അത് നിങ്ങൾ വരുത്തിക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.